നമസ്കാരം. ജീവമാതാ കാരുണ്യ ഭവന്റെയും അതിന്റെ നടത്തിപ്പുകാരിയുമായ ഉദയഗിരിജിയും അവരുടെ മരുമകളുമായ അനാമികയും പ്രേക്ഷകർക്ക് സുപരിചിതർ തന്നെയാണ്. ഉദയഗിരിജിയുടെ മകനായ വിഷ്ണുവിനെ തന്നെയാണ് സ്ഥാപനത്തിലെ അന്തേവാസിയായ അനാമിക വിവാഹം ചെയ്തതും. ഇരുവർക്കും ഇപ്പോൾ ഒരു വയസ്സുള്ള മകളുമുണ്ട്. അനാമികയും ഭർത്താവും വിഷ്ണുവും യൂട്യൂബ് ചാനൽ ആക്റ്റീവ് തന്നെയാണ്. ഇപ്പോഴും നിരന്തരമായി കമന്റ് ബോക്സിൽ വരുന്ന ചില ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറയുകയാണ് അനാമിക. ജോലിക്ക് പോവാതെ ജീവമാതാ കാരുണ്യ ഭവനിലെ അമ്മമാർക്ക് കിട്ടുന്ന പണം കൊണ്ടാണ് ഉദയഗിരിജിയും അനാമികയും എല്ലാം ലാവിഷ് ലൈഫ് നയിക്കുന്നത് എന്നായിരുന്നു നിരന്തരമായ വരുന്ന വിമർശനം. അതിന് കുറുകെയുള്ള മറുപടിയുമായി അനാമിക ഇപ്പോൾ നൽകിയിരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. അനാമികയുടെ വാക്ക് ഇങ്ങനെയാണ്: എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ ഇവിടെ ഇറക്കി വെക്കുകയാണ്. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ജീവമാതയിലെ അമ്മമാരെ പട്ടിണിക്കിട്ടും പറ്റിച്ചുമാണ് ജീവിക്കുന്നത് എന്ന തരത്തിൽ കമന്റുകൾ ഒരുപാട് വന്നു. നിങ്ങൾ പറയുന്നത് ശരിയാണ്. സ്ഥാപനത്തിലെ പൈസ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. 100% നിന്നും 85% ഞങ്ങൾ എടുക്കും. ബാക്കിയുള്ളത് മാത്രമേ അമ്മമാർക്ക് കൊടുക്കാറുള്ളൂ. എന്റെയും ഉണ്ണിയേട്ടനെ ഒന്നും ജോലിക്ക് പോകാറില്ല. ആർക്കും ജോലി പോകുന്നുമില്ല. സ്ഥാപനത്തിന്റെ പണത്തിൽ തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എല്ലാം കടമാണ്. വീട് വെച്ചത് പോലും ലോണിലാണ്. ഒത്തിരി കടങ്ങളുണ്ട്. പലയിടത്തു നിന്നും പൈസ മേടിച്ചിട്ടാണ് കറങ്ങാൻ പോകുന്നതുമെല്ലാം. ഞങ്ങൾ ജോലിക്ക് ആരും പോകാറില്ല. അമ്മമാരുടെ പേരിൽ കിട്ടുന്ന പണം കൊണ്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് വെറുതെ തിന്നുകയാണ്. ഇങ്ങനെയൊരു മറുപടി ആയിരിക്കും നിങ്ങളോട് സ്നേഹമില്ലാത്തപ്പോൾ പ്രതീക്ഷിച്ചത്. ഞങ്ങൾ ഇത്തരത്തിൽ ജീവിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവർ കൂടിയാണ് അവർ. പാഷാണത്തിൽ കൃമിയെന്ന അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അമ്മമാരുടെ പണം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ചിലർ കമന്റിലൂടെ പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം ഞങ്ങളെ സ്നേഹിക്കുന്നവരായ സബ്സ്ക്രൈബേഴ്സിന് അറിയണം. അതിനു വേണ്ടിയാണ് ഈ വീഡിയോ. ഞാനും ഭർത്താവും മകളും വീടെടുത്താണ് താമസിക്കുന്നത്. അമ്മയും കുടുംബവും സ്ഥാപനത്തിന് ചേർന്നുള്ള വീട്ടിലുമാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിലെ ചിലവ് എൻ്റെ ഭർത്താവ് നോക്കുന്നുണ്ട്. അദ്ദേഹം ജോലിക്ക് പോകുന്നുണ്ട്. 10,000-ന് മുകളിലുള്ള ശമ്പളമാണുള്ള ജോലിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ. അതിനു പിന്നാലെ യൂട്യൂബിലും ഫേസ്ബുക്കിൽ നിന്നും ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള പണം എനിക്ക് കിട്ടുന്നുമുണ്ട്. കുഞ്ഞിനെയും വീട്ടിലെ കാര്യങ്ങളെയും പഠിപ്പിക്കാനുള്ള കാര്യങ്ങളും എല്ലാം നോക്കുന്നതും ബാക്കി സമയം ഫേസ്ബുക്കും യൂട്യൂബിനും വേണ്ടി ചിലവഴിക്കുന്നതുമാണ്. അതിൽ നിന്നും കിട്ടുന്ന തുക കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നോക്കാനും എനിക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിനാൽ ഞാൻ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? ഞാൻ ഉണ്ണിമോളെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ വെയിൽ കൊണ്ടും മഴ കൊണ്ടും കഷ്ടപ്പെട്ട് എന്നെ നോക്കി. അദ്ദേഹം വീണ്ടും ജോലിക്ക് പോയി തുടങ്ങിയതാണ് ഇപ്പോൾ. എനിക്ക് മോളെ ഒറ്റയ്ക്ക് നോക്കാൻ കഴിയുമെന്ന് തോന്നിയപ്പോഴാണ് അദ്ദേഹം ജോലിക്ക് പോകാനും തുടങ്ങിയത്. എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട്. അത് കണ്ട് ഒരുപാട് പേർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കടബാധ്യതകളൊന്നുമില്ല. ലോണും എടുത്തിട്ടില്ല. മോളുടെ ആശുപത്രി ചിലവുണ്ട്. അത് കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയുന്നുമുണ്ട്. ഭർത്താവ് ജോലിക്ക് പോയി തന്നെയാണ് എന്നെ നോക്കുന്നതും. പിന്നെ ഞങ്ങൾ ലക്ഷങ്ങൾ സ്ഥാപനം വഴി സമ്പാദിക്കുന്നുണ്ടെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. സ്ഥാപനത്തിലെ പൈസ എടുത്ത് ഞങ്ങൾക്ക് ചുമ്മാ ഉപയോഗിക്കാനും ആവില്ല. അവിടെ കണക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഗവൺമെന്റിനെ ബോധിപ്പിക്കേണ്ട കാര്യമാണ് എന്നാണ് അനാമികയും പ്രതികരിച്ച് രംഗത്ത് വന്നത്. നിങ്ങൾക്ക് അനാമിക ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.